ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ ബ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. വെറുതെ മുറ്റത്തുനിന്ന് ഇറങ്ങി കുറച്ചു നേരം ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചു. കുറേ നേരമൊക്കെ എടുക്കണം. അപ്പം വീഡിയോ ഒന്ന് എടുക്കാം, നിങ്ങളെയൊക്കെ ഒന്നോട് സംസാരിക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകുന്നു, ലിപ്സ്റ്റിക് ഇട്ടു. ഒന്ന് കണ്ണെഴുതി ഒന്ന് പൊട്ടി വെച്ചപ്പോ തന്നെ നമ്മുടെ മുഖം ഒന്ന് വേറെ മാറിക്കഴിഞ്ഞു. അതായത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണല്ലോ. തീരെ വയ്യ, തലക്കറക്കമുണ്ട്, വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ ബ്ലഡ് കൗണ്ട് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. നല്ല ഹെവി ബ്ലീഡിങ് ആണ്. അപ്പം ആ കാരണം ഇനിയിപ്പോ കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. അപ്പൊ കുറെ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിന്ന പോലെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്തെങ്കിലും പിന്നെ നടന്നു കഴിഞ്ഞാൽ അറിയാലോ, നന്നായി ഹെവി ബ്ലീഡിങ് ആണ്. അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ ഡി നന്നായിട്ട് കുറഞ്ഞു. അതേപോലെ എൻ്റെ ബ്ലഡ് കൗണ്ടും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശരിയായിട്ട് വരും. അത് അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. പീരീഡ്സ് ആയി ഇപ്പൊ ബ്ലഡ് കൗണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞ് അതൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മളങ്ങനെ സ്ട്രെസ്സും ഇതൊക്കെ എടുക്കല്ലേ. സ്ട്രെസ് എന്ന് വെച്ചാൽ വലിയ സ്ട്രെസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനും എന്നെ സമാധാനിപ്പിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ സ്ട്രെസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അറിയാലോ, നമുക്ക് ഇതെല്ലാം നമുക്ക് വന്നു ചേർന്നതിന്റെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് വരുമ്പോ ചില സാഹചര്യങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു. ബെഡ്റൂമിൽ നിന്ന് നോക്കിയപ്പോഴേ ഇവിടെ നിറച്ച് പൂക്കളൊക്കെ വീണ് കിടക്കുന്നു. ഇത് വിഷുവിന് ഉള്ളത് കണിക്കൊന്ന. അപ്പൊ കണിക്കൊന്ന ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടില്. പക്ഷെ വിഷുവിനൊന്നും ഉണ്ടാവാറില്ല. നേരത്തോടെ ഉണ്ടായിട്ട് അവരങ്ങ് പോവും. അപ്പോ എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഞാൻ കാണാന്ന് വിചാരിച്ചു. ഒന്ന് കുറച്ചു നേരം ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കാം. പുറത്തിറങ്ങരുത്, കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹസ്ബൻഡ് പോയിരിക്കണത്. കാരണം എനിക്ക് ഒരു സുഖമില്ലാന്ന്. കുറേ നേരം ഇങ്ങനെ കിടക്കുമ്പോഴേ നല്ല ഇതുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഈ തൈറോയിഡ്, വൈറ്റമിൻ ഡി കുറഞ്ഞതും ബ്ലഡ് കൗണ്ട് ഇതെല്ലാം നമുക്ക് കുറവായിട്ട് വന്നതൊക്കെ ഈ ഒരു IVF ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ. പിന്നെ അതൊരു ശരീരം മൊത്തം എന്നെ നാശമാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. നമുക്ക് അത് എന്താ പറയാ, ശരിക്കും നമ്മളെ നശിപ്പിച്ച് കളയാന്ന് പറയില്ലേ. ഹോർമോൺസ് എല്ലാവർക്കും ഒരേപോലെ അത് സെറ്റ് ആവില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ കൊണ്ട് നമ്മളെ അങ്ങ് അതിലേക്ക് അങ്ങ് പുഷ് ചെയ്യിപ്പിക്കും. IVF എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മളങ്ങനെ കുട്ടികൾ ഉണ്ടാവണം, കുട്ടികൾ വേണം എന്നൊക്കെയുള്ള ഒരു വലിയൊരു മോഹത്തോട് കൂടിയിട്ടാണല്ലോ ചെല്ലാം. മോഹൻ എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത മോഹത്തോട് കൂടിയിട്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ചെല്ലുന്നത്. അപ്പൊ നമ്മളെ ശരിക്കും ഒന്ന് വായിച്ചു നോക്കാൻ പോലും നമ്മളെ മാനസികമായിട്ട് തയ്യാറെടുപ്പുകൾ നടത്താൻ പോലും അവിടെ ചെന്ന് കയറുക എന്നുള്ളത് ഒരു നമ്മളെന്താ പറയാ, എനിക്ക് തോന്നിയിട്ടുള്ളത് IVF എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് എല്ലാവരുടെയും എന്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയണത്. അല്ലാണ്ട് വേറെ ആരുടെ അനുഭവത്തിൽ നിന്നല്ല, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. നമ്മളൊരു ഒരു എലീനെ കെണി വെച്ച് പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എലി പെട്ടെന്ന് നമ്മൾ കയറി ചെന്ന പിന്നെ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരാം. നമ്മൾ മാനസികമായിട്ട് അതിലേക്ക് മാനസികമായിട്ട് തള്ളിവിടും. തയ്യാറെടുപ്പുകൾ പോലും നമുക്ക് എടുക്കാൻ പറ്റാതെ നമ്മൾ മാനസികമായിട്ട് അതിലേക്ക് ഒന്ന് തള്ളിവിടും. അത് നമ്മളെ അതൊക്കെ കഴിഞ്ഞ് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാല്, കുറച്ചേ ഞാൻ പറയുള്ളൂ, സ്ഥലം പറയില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. ഞാനത് അവിടെ ചെന്നപ്പോ മുതല് ആ പൈസ നമ്മളേക്ക് ഫസ്റ്റ് ഗഡു നമ്മളേക്കൊന്ന് മേടിച്ചു. അതുവരെ നമ്മൾ ഹാപ്പി ആയിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞപ്പോ വേറൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഗഡു, സെക്കൻഡ് ഗഡു എന്ന് പറഞ്ഞാൽ അതില് ഹോർമോൺ ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മള് മറ്റൊരു നമുക്കൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അതൊന്നും അവരൊരു വേറൊരു ലെവലാണ്. ഇവർക്ക് ഇത് ചെയ്ത് കുത്തിവയ്പ്പ് നടത്താൻ പോവാ ഉണ്ടായ അവരപ്പൊ തന്നെ പറയും ഇത്ര പെർസെന്റേജ് ഉള്ളൂ, ഇത്ര പെർസെന്റേജ് ഉള്ളൂ എങ്കിലും നമ്മൾ ചെയ്യണ്ട എന്ന് നമ്മളോട് പറയാം. നമുക്ക് പറയാം, നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് ശരിയാവില്ല, നിങ്ങൾ IVF-ലേക്ക് നിങ്ങൾക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ജന്മത്തെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ
അതിനോട് ഇതൊന്ന് നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കും. എന്നിട്ട് ഒടുക്കം നമ്മളോട് പറയും ഇത്രയും പെർസെന്റേജ് നമുക്ക് എത്രയൊക്കെ ചെയ്താലും നമുക്ക് ഇത്ര പെർസെന്റേജ് ശരിയാവുള്ളൂ കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെർസെന്റേജിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഈശ്വര നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളും ദൈവവും തമ്മിൽ, ദൈവത്തിന് പോലും ചിലപ്പോൾ ഒരു പക്ഷെ ചെയ്യാൻ പറ്റാത്ത എന്താ പറയാ ആ ഒരു ഇതില് നമ്മൾ ദൈവത്തിന് ഇങ്ങനെ വിളിച്ച് നമുക്ക് ഈ ജന്മം കുഞ്ഞുങ്ങൾ വേണ്ട അജിന്ത്യ, നിനക്ക് കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കൂ എന്നായിരിക്കും ദൈവം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ തരുമായിരിക്കും. പക്ഷെ നമ്മളിവരെ ദൈവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ പിന്നെ ആറ്റിറ്റ്യൂഡാണ് അത്. അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും ആരായാലും നമ്മളൊക്കെ പിന്നെ നമ്മളെ മറ്റു പേഷ്യൻസ് ആയിട്ട് സംസാരിപ്പിക്കില്ല. പേഷ്യൻസ് ഒക്കെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് മാറ്റും. എൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ തന്നെ അവരെ മാറ്റും, അല്ലെങ്കിൽ ഞാൻ ആരോട് അങ്ങനെ നമ്മളെ മാറ്റും. അപ്പൊ അങ്ങനെ ഞാനൊരു എനിക്ക് തോന്നുന്നത് വളരെ ഒരു ഇതായിരുന്നു. അപ്പൊ ഈ എന്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് ഒരു 11 പേരായിരുന്നു. 11 പേര്, ആ 11 പേരും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം അതില് സക്സസ് ആയിരുന്നില്ല. എന്നോട് അവര് ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി. അതിലൊരു ഏറ്റവും ഞാൻ തകർന്ന് തരിപ്പണായിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല്, അതെനിക്കിവിടെ പറയാൻ തന്നെ എനിക്ക് അത് നമ്മൾ ഇൻജെക്ട് ചെയ്ത് ഒരു 10-16 ഇഞ്ചക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇത് റിമൂവ് ചെയ്യും. അണ്ടെടുത്തതിന് ശേഷം അതിനുശേഷം അണ്ടം ഉള്ളിലേക്ക് വെക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടെടുക്കുന്നതോട് കൂടി കഴിഞ്ഞു നമ്മളുടെ ലൈഫ്. അത് അവരുടെ നമ്മൾ തീർത്ത് കളയും. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത്, ശരിക്കും പറഞ്ഞ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സിസ്റ്റർ പറഞ്ഞു, അവിടെ ഞാൻ കേട്ടു, ഡോക്ടേഴ്സ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതെനിക്ക് ഇപ്പൊ പറയുന്നില്ല. എനിക്കത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതാണല്ലോ. ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടു. എന്തോ ഇത് ഹെയർ എന്തോ ഉണ്ടായിരുന്നു, എന്തോ അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിനുശേഷം സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു. സിസ്റ്റർ ഭയങ്കര ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചു. ഞാനാണെങ്കിൽ ഫുൾ ടൈം എല്ലാവരും നോക്കി ചിരിക്കുക, വർത്താനം പറയാ, അങ്ങനെ കിടക്കാണ്. നമ്മൾ അതൊക്കെ എടുക്കണമല്ലോ 1 hour 20 മിനിറ്റ്സ് 1 hour എടുക്കുന്നതൊക്കെയാണ് നമുക്ക് നല്ലത്. അപ്പൊ 1 hour എടുക്കാൻ. അപ്പൊ അവിടെ നമ്മൾ കിടക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സ് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, എന്താണ് അപ്പൊ ഇങ്ങനെ എന്റെ ഇറിറ്റേറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന അവരെല്ലാരും ഇന്ന് എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഉണ്ടായിരുന്ന അവര് കേൾക്കും കൂടി ചെയ്തു. ഇപ്പോൾ ഒരു ഇത് എല്ലാവർക്കും സക്സസ് ആയി എന്ന് വരുന്നില്ല. സക്സസ് ആകും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്, സക്സസ് ആകില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കിയാണ് അവര് പറഞ്ഞത്, ഇത് ശരിയാകില്ല. അത് ഒന്നാമത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേറെ ലോകത്താണ്. ഡിപ്രഷൻ, ആ ഫസ്റ്റത്തെ ഇഞ്ചക്ഷൻ നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ, കാരണം ഓൾറെഡി നമ്മൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, സ്ട്രെസ് ആകുന്ന ഒരു മൈൻഡുള്ള ആളാണ്, നമ്മളില് ഒരു വെപ്രാളൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പൊ ആ ആളുടെ അടുത്ത് പറയാണ്, അവരെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോഴും പൈസക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു IVF ആയി പോയി. 2 lakhs above. അപ്പം അത് നമുക്ക് പൈസകളെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞ ഒരു ആൾക്കാരാണ് അവര് എന്നോട് പറയാണ്, എന്താ അത് ശരിയായിട്ടില്ല എന്ന് സിസ്റ്റർ എന്നോട് ബോധിപ്പിച്ചു. അതൊരു ഭയങ്കര റൂഡായിട്ടാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അഞ്ജലി. അവരോട് പറഞ്ഞു ശരിയാകും, കുഴപ്പമില്ല, മോൾക്ക് കുഴപ്പമില്ല, ഇവർക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞു. അത് രണ്ടുപേരും, ഞാനും ആ അഞ്ജലി എന്ന് പറഞ്ഞ കുട്ടിയും പരസ്പരം ഒന്ന് നോക്കി. കാരണം ഞങ്ങൾ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് എന്നെ തകർത്തു കളഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഉറങ്ങിയിട്ടില്ല. പിന്നെ അറിയാലോ, ഉറങ്ങിയിട്ടില്ല, കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല,
ഫുൾ സ്ട്രെസ്, നമ്മുടെ ശരീരം എനക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് എനങ്ങാതൊക്കെ കെടുക്കാണ്. എന്നെ എന്താ പറയുക, എൽപ്പിച്ച് കുളിപ്പിക്കുന്നത് പോലെ എൻ്റെ അമ്മയായി. അത് ഹസ്ബൻഡാണ് എന്നെ കുളിപ്പിക്കുക, എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി കഷ്ടപ്പെട്ടു. ആ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ അവരിങ്ങനെ സംസാരിച്ചു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ എന്നിട്ട് അവിടേക്ക് തിരിച്ചു വിളിച്ചു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു അപ്പൊ ഞാൻ ചെന്നപ്പോ ഞാൻ അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റ് അവിടെ ഉണ്ടാവുമല്ലോ നമ്മള് കൗൺസിൽ ചെയ്യാനായിട്ട്, കൗൺസിലർ. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് അവരോടടുത്ത് സംസാരിച്ചു, ഒക്കെ ചെയ്തു. അപ്പൊ അവരെല്ലാവരും അപ്പോഴാണ് ഹോസ്പിറ്റൽ മൊത്തം അറിഞ്ഞത് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിത് ചെക്കപ്പിനായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം ആയിട്ടില്ല, നമുക്കൊരു ഹോപ്പ് ഉണ്ടാവുമല്ലോ, നമുക്കറിയാം ആയിട്ടുണ്ടായിരുന്നില്ല. ചെക്കപ്പ് ചെയ്തു, ചേട്ടാ നമുക്ക് ആവോ ചേട്ടാ, നീ പേടിക്കാണ്ടിരിക്കും. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും മൊത്തം സൈലന്റ് ആണ്. ഞാൻ ചെന്നപ്പോ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ സംസാരിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സൈലന്റ്, ഭയങ്കര അവിടുത്തെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ച ചെക്കപ്പിന് കൊടുത്തതിന് ശേഷം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം, അത് നമുക്കറിയാം, നമ്മളിങ്ങനെ ഹോപ്പ് ചെയ്ത് ഇപ്പൊ പറയും യെസ് ഇത് ആയിട്ടുണ്ടാവില്ല, നമുക്കറിയാം. അങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് സംഭവിച്ചു. ചെറിയതെന്ന് പറഞ്ഞാല് അന്ന് ഞാൻ അനുഭവിച്ച ട്രോമ, അവിടെ നിന്ന് ഞാൻ നെഞ്ചിലേക്ക് എന്തോ എടുത്ത് അവരാഞ്ഞു കുത്തിയിട്ട് പിന്നെ അവിടെ ഡോക്ടറും ഇല്ല, ആരുമില്ല. നമുക്ക് ആ ലിസ്റ്റ് തന്നു നമ്മളോട്, ഓൾറെഡി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു നമ്മളങ്ങ് വിടുകയാണ്. അത് എന്നെ മാത്രമല്ലായിരുന്നു, അത് ഒരുപാട് പേഷ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. എനിക്ക് ആകില്ലായിരുന്നെങ്കിൽ, അവര് ഭയങ്കര ഹോപ്പ്ഫുള്ളി പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരങ്ങനെ എന്തിനത് ചെയ്തു. എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങള്, ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാള്, എന്തിനാണ് നമ്മൾ ഇത്രമാത്രം മെഡിസിൻസ് നമ്മളിലേക്ക് കുത്തിക്കയറ്റിയത്? നമ്മളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളതിനപ്പുറത്ത് എനിക്കൊരു കുഞ്ഞു വേണം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ എനിക്ക് സ്വയം പ്രസവിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നെങ്കിൽ എന്നെ അത് നിർബന്ധിക്കേണ്ടായിരുന്നു. ഞങ്ങള് രണ്ടുപേരും എന്നുവെച്ചാൽ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാം, അതല്ല വേണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങള് മതി എന്ന് തീരുമാനിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് തന്നെ ജീവിക്കുന്നവരാണ് ഞങ്ങള്. അത്രമാത്രം ഒന്നിച്ചു നിൽക്കണം, ഞങ്ങൾ ഒന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോണത്. അപ്പം ആ ഒരു ഇതില് അവരിങ്ങനെ ചെയ്തപ്പോ നമ്മള് തകർന്നരിപ്പണായി. ഒരുപാടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട്. ഞാനെല്ലാം റെക്കോർഡിക്കലി വെച്ചിരിക്കുകയാണ്, അവരെ വിളിച്ചത് എല്ലാമായിട്ടും. എനിക്കത്, പക്ഷെ അവരെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ഇഷ്യൂ ആയിരിക്കും, വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ ഞാൻ പറയാന്ന് IVF ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് തവണ നമ്മൾ ചിന്തിക്കണം. നമ്മളെ ശരീരത്തിന്റെ അവസ്ഥ നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്ന് എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തിനും നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് മുന്നോട്ട് പോകാൻ. നമ്മൾക്ക് എന്തൊക്കെ അവസ്ഥകളുണ്ട്, നമ്മുടെ അവസ്ഥകളുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്, എല്ലാം നമ്മൾ ആദ്യം നമ്മളെ സ്വയം വിലയിരുത്തണം എന്ന് പറയുന്നതിൽ ഒരു സത്യമാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്. കാരണം നമ്മൾ എവിടേക്ക് ചെന്നാലും അത് ഇതിന് മാത്രം അവര് ചിന്തിക്കുള്ളൂ, വേറെ ഒന്നും നമ്മളെ കുറിച്ചൊന്നും അവര് ചിന്തിക്കില്ല. നമുക്ക് കുഞ്ഞുണ്ടാകണം കുറിച്ചൊന്നും ചിന്തിക്കില്ല. അത് അത്രമാത്രം അവർക്ക് പൈസ മാത്രം മതി. അത്രമാത്രം നമ്മള് കഷ്ടപ്പെട്ടു, വേദനിച്ചു, സഹിച്ചു. നമ്മളെ ഇൻജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ജീവിതത്തില് നമ്മൾ അനുഭവിക്കുന്നതിനാണ് അപ്പുറത്ത്. കാരണം 2 പ്രാവശ്യം നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് അബോർഷനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ പോകുന്നത്, കുഞ്ഞിന് വേണ്ടി മാത്രം. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കുഞ്ഞെന്നുള്ളതില് നമുക്ക് എങ്ങനെ ജീവിക്കാം, നമ്മൾ എങ്ങനെ ആകണം, കുഞ്ഞുണ്ടായിക്കോളും. പക്ഷെ കുഞ്ഞാണ് ലൈഫിലെല്ലാം എന്ന് നമ്മൾ ചിന്തിക്കണേക്കാളപ്പുറത്ത്
കല്യാണം കഴിഞ്ഞ നമ്മളെ ഒന്ന് മനസ്സിനെ നമ്മൾ ആകെ പാകപ്പെടുത്തണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ആദ്യം കെയർ ചെയ്യണം. ശരീരം മൊത്തം നമ്മൾ ആദ്യം നോക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യത്തെ ആദ്യം നമ്മൾ സംരക്ഷിക്കണം. എന്നിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് നമ്മുടെ ശരീരം ഫുള്ള് സെറ്റ് ആകണം. കാരണം എന്റെ ശരീരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയാ, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു വെപ്രാളം പിടിച്ചിട്ട് എന്തിന് പെട്ടെന്ന് സ്ട്രെസ് ആകുന്ന അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വിഷമിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഈ IVF-ലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാം. എനിക്കതിനെ എന്താ പറയാ, ആധികാരികമായിട്ടൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഉണ്ടായിട്ടുള്ള അവര് തന്ന ഷോക്കുകൾ, അവര് തന്ന വാക്കുകൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അല്ലേ. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവമാണല്ലേ നമുക്കല്ല. പക്ഷെ ഡോക്ടർ ഒരു പിശാചായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടേഴ്സ് അവര് നൂറുകണക്കിന് പേഷ്യൻസിനെ കാണുന്നു എന്നാണ് എപ്പോഴും പറയാം. പക്ഷെ ഈ നൂറുകണക്കിന് പേഷ്യൻസ് 100 പേരും ഒരേപോലത്തെ ആൾക്കാരായിരിക്കില്ല. ഈ 100 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് എന്നും ഡോക്ടേഴ്സ് തന്നെ, ദൈവം രോഗികൾ എന്നും രോഗികൾ തന്നെ. പക്ഷെ ഇതൊരു രോഗമായിട്ടല്ലല്ലോ നമ്മൾ പോയിട്ടുള്ളത്, ഇതൊരു അവസ്ഥയല്ലേ. അവസ്ഥ എന്നെ അവര് മാനസികമായിട്ട് തകർത്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണത്. ഇന്നിപ്പോ അതിന്റെ പേരൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങള് പലപ്പോഴും ആ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ആ പേരില്ല, ആ പേരുണ്ട്, പേരിന്റെ ഒപ്പം വേറൊരു പേരും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. കുഞ്ഞുണ്ടാവണേക്കാളും ഉണ്ടാവുമ്പോ ഈശ്വരൻ എപ്പോഴാണ് നമുക്ക് ഈശ്വരൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ച് പൊന്നുപോലെ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. നമ്മൾ പറയില്ല അമ്മയാവുക എന്നുള്ളതാണ് ഏറ്റവും, പക്ഷെ അമ്മയ്ക്ക് ആരോഗ്യം കൂടി വേണ്ടേ. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാം. എനിക്ക് എന്താ പറയാ, എനിക്ക് അഡോപ്ഷൻ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമൊന്നുമില്ല. ആർക്കും, ഞങ്ങളുടെ ഫാമിലിയിലായാലും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊരു മാനസികമായിട്ട് ഇനിയിപ്പോ നമ്മൾ അതിന്ന് ഒരു 3 വർഷം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷം. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ചെയ്ത് വരണം, നല്ല ആരോഗ്യത്തോടു കൂടി വരാൻ കുറെ സമയമായിട്ട് എടുക്കുന്നു. ഇപ്പൊ ബ്ലീഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. വേണ്ട എന്ന് അവരൊരിക്കലും പറഞ്ഞില്ല. അജിന്ത്യക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ തിരുത്തി തന്നിരുന്നെങ്കിൽ നമ്മള് അത് ഒന്നുകൂടെ ചിന്തിക്കാനുള്ള സമയം തന്നില്ല അവര് സൈൻ അന്ന് തന്നെ നമ്മളെ കൊണ്ട് നമ്മളിതാക്കി, നമ്മളത് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ തന്നു. അപ്പൊ മെഡിസിൻ വന്ന് വീണ്ടും ചെക്കപ്പ് ചെയ്തു. അവരപ്പോഴേക്കും പേപ്പറൊക്കെ എടുത്ത് സൈൻ ചെയ്യിപ്പിച്ചു, ഒപ്പിട്ട്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് അന്ന് തന്നെ ഇഞ്ചക്ട് ചെയ്ത് അന്ന് തന്നെ തുടങ്ങി കുത്തല്. കുത്തി ഒരു 16 കഴിഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്ക്, അത് കഴിഞ്ഞ് അണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞു വരുമ്പോ നമ്മള് വേറൊരു ലോകത്താണ് നമ്മളൊക്കെ. എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും, നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും നമുക്ക് പറയാനുണ്ട. അതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ നമ്മളതൊരു വലിയൊരു, എനിക്ക് പറ്റാനുള്ളതൊക്കെ പറ്റി. ചിലവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ആകുന്നുണ്ട്, ആവാത്തതൊന്നും അല്ല. എല്ലാവർക്കും മക്കളെ ഉണ്ടാകുന്നത് തന്നെ ഒരു വലിയ കാര്യല്ലേ. മക്കളുണ്ടാവട്ടെ, നന്നായി വളർത്താൻ സാധിക്കട്ടെ, നല്ല മക്കളായിട്ട് വളരട്ടെ. ഇല്ലാത്തവരും വിഷമിക്കേണ്ട, സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുക, മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. എന്നെ പോലെ തന്നെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. നമുക്ക് കുഞ്ഞുങ്ങളില്ല, നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും? സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റും? അപ്പൊ അത് നമ്മളങ്ങനെ ജീവിക്കണം അല്ലെ. ജീവിക്കാണ്ട് പറ്റില്ലല്ലോ. പലതും കേൾക്കേണ്ടി വരും, പലതും നമുക്ക് പല രീതിയിലും പലരും നമ്മളെ വേദനിപ്പിക്കും. അതിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ വേദനിപ്പിക്കും. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയണം, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഞാനുണ്ടെന്ന്. നമ്മുടെ മനസ്സോട് നമ്മൾ തന്നെ പറയണം, നിനക്ക് ഞാനുണ്ട്. പിന്നെ നല്ലൊരു പാർട്ട്ണർ നമ്മുടെ
നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എനിക്ക് ഇതിലെല്ലാം എനിക്ക് ഒരു വലിയൊരു എനിക്ക് എനിക്ക് എന്റെ എല്ലാ സങ്കടഘട്ടങ്ങളിലും ഉണ്ടായിരുന്നില്ല. സങ്കടഘട്ടങ്ങളിൽ എന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ ഹസ്ബൻഡ് അങ്ങനെ അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മള് എല്ലാം എനിക്ക് നമ്മള് ഒരുപാട് ഇങ്ങനെ വിഷമിക്കുമ്പോ ഇവർക്കും സ്ട്രെസ് ആവും. നമ്മള് വിഷമിക്കുന്നു, അയ്യോ എന്താണ് ഇവര് എന്താ എപ്പോഴും ഇങ്ങനെ അവരും നമ്മളെ വെറുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും സ്ട്രെസ് ആവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ് ആവാതെ ഇരിക്കുക, നമ്മള് ഇറിറ്റേഷൻ വരാതിരിക്കുക, നമ്മളുടെ ലോകത്തിലേക്ക് നമ്മൾ തന്നെ തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ ലോകം. നമ്മളൊരു ലോകം ഉണ്ടാക്കുക, ആ ലോകത്തിലേക്ക് നമ്മള് പോവുക, നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മള് വർക്ക് ചെയ്യാൻ പോകണം, എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം എന്ന്. അപ്പൊ ഞാൻ പറയണു, വർക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം ആവശ്യം എന്താ, സപ്പോർട്ടും സ്നേഹമാണ്. വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് എല്ലാവർക്കും സപ്പോർട്ടും സ്നേഹവും ഒന്നും കിട്ടുന്നില്ല. വർക്ക് തന്നെയാണ് അവിടെയും. അപ്പൊ ജോലി ചെയ്യണം. അപ്പൊ അതിന് അവിടെ ഇരുന്ന് സ്ട്രെസ് എടുക്കണേക്കാൾ നല്ലത് നമ്മൾ മനസ്സുകൊണ്ട് വീട്ടില് സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക, വർക്ക് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, വീട് നല്ല രീതിയിൽ നോക്കുക, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ലോകം നമ്മൾ തന്നെ കെട്ടിപ്പടുക്കണം. നമ്മുടെ ലോകത്തിലേക്ക് വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും എപ്പോഴും. അപ്പം ഇന്ന് ഒത്തിരി സമയമായി. അപ്പൊ ഞാൻ അജിന്തി പ്രസാദ് ഫാമിലി സൈനിങ്. ഇനി നമുക്ക് വേറൊരു ദിവസം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാം. വേറെ ദിവസം കാണാം കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം.